പൊടിയും പായലും പിടിച്ചുകിടന്ന നാട്ടിലെ മതിലുകളെല്ലാം തിരഞ്ഞെടുപ്പായതോടെ കളറായി. AI കാലത്തെ ഡിജിറ്റൽ പോസ്റ്ററുകളും പെയിന്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും പേരും ചിഹ്നവും വോട്ടറുടെ ഹൃദയത്തിൽ പതിയാൻ ഇപ്പോഴും ചുമരെഴുത്തുകൾ വേണമെന്നാണ് പൊതുവിലെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വെള്ളച്ചായത്തിൽ കുളിച്ചൊരുങ്ങുകയാണ് പൊടിയും പായലും പിടിച്ചുകിടന്ന നാട്ടിലെ മതിലുകളെല്ലാം. AI സാങ്കേതികവിദ്യ അടക്കം പരസ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമ്പോഴും ചിഹ്നവും പേരും സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ പതിയാൻ ചുവരെഴുത്തുകൾ വേണമെന്നാണ് കീഴ്വഴക്കം. പോസ്റ്ററുകളേക്കാൾ ആകർഷകമായതിനാലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇപ്പോഴും ചുമരെഴുത്തിന് പ്രാധാന്യം നൽകുന്നത്. നീലത്തിൽ മുക്കിയ നൂലുകൊണ്ട് ബോർഡർ വരയ്ക്കും, അതിനുള്ളിലാണ് എഴുത്ത്. ചില വിദഗ്ധർ ബോർഡർ ഇല്ലാതെ നേരിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ചിഹ്നങ്ങൾ മതിലിൽ പതിക്കും. തെരഞ്ഞെടുപ്പ് കാലം എന്നാൽ കലാകാരന്മാർക്ക് തിരക്കേറിയ ദിവസങ്ങളാണ്. ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം സത്യത്തിൽ പഴയൊരു രൂപത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞുകാലങ്ങളിലൊക്കെ ചുമരെഴുത്തായിരുന്നു ഏറ്റവും പ്രധാനമായ പ്രചരണ രീതി. ഇപ്പം അത് മാറി ഫ്ലെക്സിൻ്റെ അതിപ്രസരണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണം ഈ ചുമരെഴുത്തൊക്കെ പൂർണ്ണമായിട്ടും ഇപ്പം മതിലുകളാണെങ്കിൽ പൊതുവെ ഇല്ല. എല്ലാവരും അവരുടെ മതിലുകളൊക്കെ മതിലുകളൊക്കെ വളരെ സേഫ്റ്റിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് നല്ല കളർഫുള്ളാക്കിയിട്ടിരിക്കുക. ഇനി അപൂർവം കുറച്ച് മതിലുകളുള്ളൂ, അതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എഴുതുന്നത്. അപ്പോൾ പഴയ പ്രചരണ രീതി പൂർണ്ണമായിട്ടും മാറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ചുമരുകൾ, ഒരു 5 എണ്ണത്തോളം ഉള്ളൂ, 5 ചുമരുകളാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ രാഷ്ട്രീയ ചുമതല പ്രധാനമായും 2ആണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ചുവരെഴുതാനുള്ള മതിൽ ബുക്ക് ചെയ്യലും. ഇതിനായുള്ള നെട്ടോട്ടത്തിലാകും പലരും. ചിഹ്നവും വാർഡിന്റെ പേരും എഴുതിയാണ് പലയിടത്തും ചുവരുകൾ ബുക്ക് ചെയ്യാറ്. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എത്തുന്നതോടെ ചുവരിൽ ഇവരുടെ ചിത്രങ്ങളും പേരും തെളിയും. വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന എമൽഷനാണ് ചുവരെഴുത്തിന് ഉപയോഗിക്കുന്നത്. അരികുകളിൽ ഫ്ലൂറസെന്റ് പെയിന്റും ഉപയോഗിക്കുന്നതോടെ എഴുത്ത് രാത്രിയും തിളങ്ങും. മതിലിൽ ചേർത്തുവച്ച് പെയിന്റ് അടിച്ചാൽ ചിഹ്നം തെളിയുന്ന സ്റ്റെൻസിലുകൾ വിപണിയിലുണ്ടെങ്കിലും ചുവരെഴുത്തുകാർ അത് ഉപയോഗിക്കുന്നില്ല. സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത ചിത്രം മതിലിലൊട്ടിച്ചും ചുറ്റും ചായമടിച്ച് പെയിന്റിംഗ് ആണെന്ന ഫീൽ ഉണ്ടാക്കി ചുവരെഴുതുന്നവരുമുണ്ട്. ഫ്ലെക്സ് വന്നതോടെ ചുവരെഴുത്തുകളുടെ കാലം കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ചുവരെഴുതുന്നവർക്ക് ഇപ്പോഴും ജോലിയുണ്ട്. അവസരങ്ങൾ അല്പം കുറഞ്ഞെന്ന് മാത്രം. ഈ കാലത്തും ഇതിന് മാറ്റമില്ല. ജനം, തൃശൂർ.